നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു സ്ഥാപനമാണ് പിന്നിലുള്ളത്. റോഷോ ഡീറ്റെയിലിംഗ് സെൻ്ററാണ്, കൊച്ചിയിൽ കാക്കനാട്. നമ്മളൊരിക്കൽ ഈ സ്ഥാപനത്തെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. പ്രധാനമായിട്ടും ഇവർ റാപ്പിംഗ് പോലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് റാപ്പിംഗ് ചെയ്യേണ്ടത്, അതിൻ്റെ ആവശ്യം എന്താണെന്നൊക്കെ നമ്മളന്ന് സംസാരിച്ചിരുന്നു. ഇന്നിപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത്, ഞാനൊരു ചെറിയ അക്രമം കാണിച്ചിട്ടുണ്ട്. ആ അക്രമം ഇതിൻ്റെ അകത്തുണ്ട്. ആ അക്രമത്തിൽ ചില മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്താൻ വേണ്ടി ഞാൻ റോഷോയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. വാഹനം ഏതാണെന്നും, അക്രമം എന്ന് പറഞ്ഞൊരു വാഹനമാണ് കേട്ടോ. ഈ വാഹനം എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു കുറേ കാലമായിട്ട്. അങ്ങനെ വാഹനം വാങ്ങിച്ചു. അതിൽ ചില ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ പണികളൊക്കെ നടത്താൻ വേണ്ടിയാണ് ഇപ്പോൾ റോഷോയെ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ആ ജോലികൾ, അതുപോലെ എന്താണ് ആ വാഹനം തുടങ്ങിയ കാഴ്ചകളിലേക്കാണ് ഇന്ന് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. അപ്പോൾ എന്നോടൊപ്പം ഉള്ളത് റോഷോയുടെ സാരഥികളുടെ ഒരാളായ ജിതിനാണ്. ജിതിന, നമസ്കാരം. ആ അക്രമം നമുക്ക് കാണാം, ഉള്ളിൽ കയറി വാ. അപ്പോൾ കൂടെ വാ. ഈ കാണുന്നതാണ് ആ അക്രമം. അക്രമം എന്ന് ഞാൻ പറയാൻ കാര്യം വെച്ചാൽ, സത്യത്തിൽ ഇത് നമ്മുടെ റോഡുകൾക്കൊക്കെ ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ വലിയ ആവശ്യമുള്ള വാഹനമൊന്നുമല്ല. പക്ഷേ നമുക്കെല്ലാം ചില ആഗ്രഹങ്ങളുണ്ടല്ലോ. ആ ആഗ്രഹങ്ങൾ, എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഒരു 2 സീറ്റർ സ്പോർട്സ് കാർ വാങ്ങിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ള 2 സീറ്റർ സ്പോർട്സ് കാറുകൾ കൺവേർട്ടബിൾ വേണമെന്നുണ്ട് കേട്ടോ. കൺവേർട്ടബിൾ ആയിരിക്കണം, അതും സോഫ്റ്റ് ടോപ്പ് ആകരുത്, ഹാർഡ് ടോപ്പ് ആയിരിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെയുള്ള വാഹനങ്ങൾ വളരെ കുറവാണ്. ഒരു ബെൻസിൻ്റെ SLK ഉണ്ട്, BMW C4 ഉണ്ട്. അങ്ങനെ വളരെ കുറച്ച് മോഡലുകളേ ഉള്ളൂ. കുറേ കാലമായിട്ട് നല്ലൊരു വാഹനം ഞാൻ തപ്പി നടക്കുകയായിരുന്നു. പുതിയത് വാങ്ങിക്കുകയെന്ന് വെച്ചാൽ വളരെ വില കൂടുതലാണ്, നമ്മളെക്കൊണ്ട് പറ്റില്ല. തന്നെ നല്ല പുതിയത് പ്രീമിയം വാഹനങ്ങൾ പുതിയത് വാങ്ങിക്കുന്നത് നല്ലത്, ഒരു സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കുന്നതാണ് ഞാൻ എപ്പോഴും കരുതാറുമുണ്ട്. അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ട് തപ്പി നടന്ന് ഞാൻ മുംബൈയിൽ നിന്നും വാങ്ങിച്ച വാഹനമാണ്. വലിയ പഴക്കമൊന്നുമില്ല. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗ്രില്ല് വരുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു വാഹനമാണിത്. പക്ഷേ ബോംബെ പോലുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ മുംബൈ പോലുള്ള സ്ഥലങ്ങളിൽ ഇത്തരം വാഹനങ്ങൾ ഓടിക്കുമ്പോൾ അവർക്ക് അധികമൊന്നും ഇത് വൃത്തിയായി സൂക്ഷിച്ചുകൊണ്ട് നടക്കാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ ഇൻറ്റീരിയറൊക്കെ കുറച്ചൊന്ന് നന്നാക്കി എടുക്കണമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ജിതിനെ വിളിച്ചത്. അപ്പോൾ ജിതിൻ പറഞ്ഞു ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും എല്ലാം നമുക്ക് ഗംഭീരമായി എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എക്സ്റ്റീരിയറിൽ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നമ്മൾ ഇത് റാപ്പ് ചെയ്യാൻ പോവുകയാണ്. റാപ്പ് ചെയ്യാന്ന് വെച്ചാൽ റെഡ് നിറം മാറ്റുന്നില്ല. കാരണം നമ്മൾ മറ്റൊരു നിറത്തിലേക്ക് മാറ്റുമ്പോൾ അതിന് ബുക്കിലൊക്കെ എൻഡോഴ്സ് ചെയ്യണം, RC ബുക്കിലൊക്കെ. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ റെഡ് നിറം തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഒരു വ്യത്യസ്തമായ നിറമാണ്, അത് കാണിച്ചു തരാം. കൂടാതെ ഇൻറ്റീരിയർ ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഈ ഒരു ബീജ് നിറമാണ് സീറ്റിനെങ്കിൽ നമ്മളത് മാറ്റിയിട്ട് ഫുൾ ടാൻ ബ്രൗൺ ആക്കുകയാണ്. ടാൻ ബ്രൗൺ വളരെ പ്രീമിയം ഒരു നിറമാണ്. ഇത്തരത്തിലുള്ള വാഹനങ്ങൾക്ക് പറ്റിയ ഒരു നിറവുമാണ് ടാൻ ബ്രൗൺ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ചെയ്യാൻ പോകുന്നത്. എന്നാലും എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം നമുക്കിനി ജിതിനോട് ചോദിച്ച് മനസ്സിലാക്കാം. ഇതിന് ഈ അക്രമത്തിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്? ആക്ച്വലി നമ്മുടെ പെയിന്റ് മൊത്തത്തിൽ നല്ല രീതിയിൽ ഡള്ളായിട്ടുണ്ട്. അതുപോലെ തന്നെ ഡാമേജും അത്യാവശ്യമുണ്ട്. ഇപ്പോൾ മുംബൈയിൽ തിരക്കുള്ള സിറ്റിയിൽ വെച്ച് അതിൻ്റെതായ ഒരു ചെറിയ ഇതുകളുണ്ട്. അപ്പോൾ നമുക്കൊരു റാപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന, ഇപ്പോൾ നമ്മൾ സൂപ്പർ കാർ മേടിക്കുമ്പോൾ അതിനൊരു പ്രത്യേകത കാണിക്കാൻ വേണ്ടി റാപ്പിംഗ് വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമ്മളൊരു റെഡിഷ് ഒരു പ്ലസ് ഒരു ഫോട്ടോയിൽ മനസ്സിലാവുന്നൊന്നുമില്ല, കളറിലേക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ശരിക്കും റെഡ് ആണെങ്കിൽ പോലും കുറെ കൂടെ ബ്രൈറ്റ് ആണ്, കുറെ കൂടി ഇങ്ങനെ എടുത്ത് നിൽക്കുന്ന ഒരു ബ്രൈറ്റ് ആണ്. ആര് പോയാലും നോക്കും രീതിയിലുള്ളൊരു കളറാണ് നമുക്ക് വരുന്നത്. നമുക്ക് ഫുൾ റാപ്പ് ചെയ്യാം എന്നാണ് ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പം നമ്മൾ ഈ റാപ്പ് ചെയ്യുമ്പോൾ സാധാരണ ഇതിൽ ഇപ്പം ഞാനിത് റാപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചപ്പോൾ തന്നെ ആലോചിച്ചിട്ട് കാര്യം, ഇതിൻ്റെ കുറേ ലോഗോകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ 1-2 വാഹനങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ ലോഗോയുടെ ചുറ്റും കട്ട് ചെയ്ത് വെച്ചിട്ട് റാപ്പ് ചെയ്ത് വെക്കുന്നത്. അവർ വൃത്തികേടായിട്ട് തോന്നുന്നുണ്ട്. ഇവിടെ എന്താണ് എങ്ങനെ ചെയ്യാറുള്ളത്? നമ്മളെല്ലാം ഊരും. ഇപ്പം ഈ ലോഗോ ഊരും, അതുപോലെ തന്നെ ഹെഡ് ലാമ്പ്, ബമ്പർ എല്ലാം ഊരിയിട്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊരു ഇത് കണ്ടു കഴിഞ്ഞാൽ റാപ്പിംഗ് ആണോ പെയിന്റിംഗ് ആണോ എന്ന് മനസ്സിലാവില്ല. പക്ഷേ ആ കളറിലെ വ്യത്യാസം കൊണ്ട് മാത്രമേ അത് റാപ്പിംഗ് ആണോ ഇതാണെന്ന് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ പെയിന്റ് അടിച്ച പോലെ തന്നെ ഇരിക്കും, അതിൽ യാതൊരു വ്യത്യാസമില്ല. ഇപ്പോൾ ഈവൻ ലോഗോ, അതിൽ തന്നെ വൈപ്പറിന്റെ ആ ഒരു ചെറിയ വൈപ്പറല്ല, മറ്റേ സ്ക്രീനിൽ ഇത് മിറർ, അതുപോലെ തന്നെ ഹാൻഡിൽ, അങ്ങനെയുള്ള എല്ലാം അഴിച്ചതിന് ശേഷം ചെയ്യുള്ളൂ. നമുക്കൊരു പുറത്തുനിന്ന് ഒരാൾക്ക് പെയിന്റിംഗ് ആണോ അതോ റാപ്പിംഗ് ആണോ എന്ന് മനസ്സിലാവാത്ത രീതിയിൽ തന്നെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന 2 റാപ്പേഴ്സ്, നമ്മൾക്ക് ഇവിടെ ഉള്ള അത്യാവശ്യം 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള, ദുബായിൽ ഒരു 10 വർഷമായിട്ട് അവർ പ്രീമിയം വണ്ടികളെല്ലാം ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഉള്ളവരാണ് നമുക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് അതിൽ ടെൻഷൻ ഇല്ലാതെ പക്കയായിട്ട് തന്നെ നമുക്ക് ചെയ്തു തരാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ചിലപ്പം ഈ ബോഡി എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഇതിൻ്റെ അതൊരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഇത് കൺവേർട്ടബിൾ ആയതുകൊണ്ട് ഇത് വന്ന് മൂടുന്ന ഒരു ബോഡിയും കൂടിയാണ്. അങ്ങനെ വരുമ്പോൾ റാപ്പിങ്ങിന്റെ ഈ എഡ്ജുകളൊക്കെ പൊളിയാനുള്ള സാധ്യത അതൊക്കെ ഇല്ല. നമ്മുടെ എഡ്ജുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എഡ്ജുകളിൽ നമുക്ക് സ്ട്രിപ്പ് ഇട്ട് വെക്കും, ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ. നമുക്ക് ഉള്ളിൽ നിന്ന് അത് കാണാൻ പറ്റില്ല, വിസിബിളി കാണാൻ പറ്റില്ല. ഉള്ളിൽ നിന്ന് നമ്മൾ സ്ട്രിപ്പ് ചെയ്ത് ലോക്ക് ചെയ്ത് വെക്കുകയാണ്. അതിൽ തന്നെ ഈ PPF പോലെയല്ല, റാപ്പിംഗ് നമുക്ക് ഡെഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഡെഡ് ചെയ്ത് വെക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചൂടാക്കി ശരിക്കും അങ്ങോട്ട് ഒട്ടിച്ചങ്ങ് വെക്കാം. അത് നമുക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് തന്നെ പറയാം. ആ രീതിയിൽ നമ്മൾ പേസ്റ്റ് ചെയ്ത് ഇവിടെ തന്നെ കൊണ്ടുവന്ന് ചാത്തനെ ഇറക്കേണ്ടി വരും അല്ലെ? ചാത്തനെ കയറ്റുന്നിടത്ത് തന്നെ അല്ലേ?
അപ്പം അത് പിന്നെ മറ്റൊരു കാര്യം വെച്ചാൽ ഇപ്പോൾ ഈ എക്സ്റ്റീരിയറിൽ ഇത് മാത്രമല്ല, ഈ ചില ഇപ്പം അലോയ് വീല്, അതുപോലെ തന്നെ ഫ്രണ്ടിലൊക്കെ ആണെങ്കിലും ഈ ഹെഡ്ലൈറ്റ് ഇത്തിരി ഡള്ളായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ എങ്ങനെ നമുക്ക് എലിവേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഹെഡ്ലൈറ്റ് നമ്മൾ ഫുള്ളി റീസ്റ്റോർ ചെയ്യും. ഇതിപ്പോൾ മൊത്തത്തിലൊരു ഡൾനെസ് വന്നിട്ടുണ്ട്, അത് ഫുള്ള് റീസ്റ്റോർ ചെയ്തിട്ട് നമ്മളിവിടെ PPF അപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഗ്ലോ വരും. അതുപോലെ തന്നെ ഇനി അത് ഒരു മങ്ങൽ വരാതിരിക്കാൻ വേണ്ടി നമ്മളൊരു പ്രൊട്ടക്ഷൻ ചെയ്യും. അതുപോലെ തന്നെ അലോയ് വീല് ഈ പറഞ്ഞ പോലെ നമുക്ക് അത്യാവശ്യം ചെറിയ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊന്ന് റീസ്റ്റോർ ചെയ്യും. നമുക്ക് പിന്നെ കാലിബർ, നമുക്ക് റെഡ് വണ്ടി ആയതുകൊണ്ട് കാലിബർ റെഡിലേക്കും നമുക്ക് മാറ്റാം. അപ്പോൾ അതും ഒരു സ്പോർട്ടി ലുക്ക് നമുക്ക് നല്ല രീതിയിൽ തരും. ഇപ്പോൾ ഈ കാണുന്ന വെച്ചാൽ ഞാൻ ബോംബെയിൽ നിന്ന് ഓടിച്ചാണ് വന്നത്. 1464 കിലോമീറ്റർ ഓടിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അത്യാവശ്യം ഇപ്പം ബ്രേക്ക് കാലിപ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുള്ള പൊടികളും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ കാണാം. അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും എക്സ്റ്റീരിയറിൽ ചെയ്യണം. അപ്പോൾ ഇതെല്ലാ ഈ ലോഗോ എല്ലാം റിമൂവ് ചെയ്യും. ഇപ്പോൾ ഈവൻ അവർ ചെയ്തതിൻ്റെ ആയിരിക്കും പോളിഷ് ചെയ്തിട്ട് എല്ലാ എഡ്ജസിലും വൈറ്റ്. അതായത് കോമ്പൗണ്ട് നമ്മൾ പോളിഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യില്ല. IP ഇട്ട് നമുക്ക് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാത്തതുകൊണ്ടാണ് ഈ ലോഗോസും എല്ലാ എഡ്ജസിലും അത്യാവശ്യം വൈറ്റ് ഇതിരിക്കുന്നത്. നമുക്ക് അവർ നോക്കുമ്പോൾ വിൽക്കാൻ തരുമ്പോൾ ആ വണ്ടി ഷൈൻ ചെയ്ത ഒറ്റ. എനിക്ക് തോന്നുന്ന മറ്റൊരു കാര്യമുള്ളത്, ഇതൊരു കോസ്റ്റൽ സ്ഥലത്ത് ഓടിയിരുന്നല്ലേ അല്ലേ, അതുകൊണ്ടുള്ള കാണാം അല്ലേ. മെയിനായിട്ട് പോളിഷ് ചെയ്തിട്ട് അവർ ക്ലീൻ ചെയ്യില്ല. അല്ല, ഈ വണ്ടി ഇതൊരു ഓണറിന്റെ കയ്യിരുന്നതാണ്, അല്ലാതെ ബ്രോക്കറിന്റെ കയ്യിലല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കക്ഷി നന്നായിട്ട് ഉപയോഗിച്ചിരുന്നതാണ്. അതുകൊണ്ട് ഈ വാഹനം തരുമ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു പോളിഷ് ചെയ്ത് തരണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഇത് ഞാൻ റാപ്പ് ചെയ്യാൻ പോവാണ്, ഇന്റീരിയർ ഒന്ന് ക്ലീൻ ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു. അവർ അത് ചെയ്തിട്ടില്ല. നേരത്തെ എന്തെങ്കിലും ചെയ്തതായിരിക്കാം. ഇപ്പൊ ഈ പറഞ്ഞ കോസ്റ്റൽ ഏരിയ ആയതുകൊണ്ടായിരിക്കാം ഇവിടെ ഉള്ളിലെല്ലാം ഹാർഡ് വാട്ടറിന്റെ കണ്ടാമിനൻസ് ആണ് ഇരിക്കുന്നതെല്ലാം. അപ്പോൾ ഈ ലോഗോ എല്ലാം റിമൂവ് ചെയ്താലേ നമുക്ക് അവിടെ പ്രോപ്പറായിട്ട് ക്ലീനിങ് നടക്കുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് എക്സ്റ്റീരിയർ. ഇനി ഇന്റീരിയറിലേക്ക് വരുമ്പോൾ ഇവിടെ ഇന്റീരിയറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ സീറ്റുകളൊക്കെ ഒന്ന് അഴിച്ചിട്ട് പുതിയ സീറ്റ് തന്നെയാണ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സീറ്റല്ല, നമ്മളൊരു എന്ത് തരം സീറ്റാണ് ഇതിനെ വരാൻ പോകുന്നത്? നമുക്കൊരു ഇപ്പോൾ ഉള്ളത് ഒരു നോർമൽ സീറ്റാണ്. ഇത് നമുക്ക് അത്യാവശ്യം നല്ലൊരു ബക്കറ്റ് സീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇരിക്കുന്ന കംഫോർട്ടും കാര്യങ്ങളും എല്ലാം കുറച്ചും കൂടി കൂടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഈ സീറ്റിൽ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം ഇതെല്ലാം ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റുകളാണ്, അത് ലംബാ സപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ സീറ്റ് മാറ്റി മറ്റൊരു സീറ്റ് വെക്കുമ്പോൾ ഇതെല്ലാം അതിലേക്ക് തന്നെ ഒരു ഇതിലിരിക്കും. ഇപ്പോൾ ഇവിടെയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സപ്പോർട്ടിങ് കുറവുണ്ട്. അത് തൈ സപ്പോർട്ട് ആയാലും കുറച്ച് കുറവാണ്. അപ്പോൾ ആ തൈ സപ്പോർട്ടും സൈഡിലും എല്ലാത്തിലും അത്യാവശ്യം ബൾജ് ചെയ്ത് വരും. എല്ലാം കറക്റ്റായിട്ട് വർക്കിംഗ് ഉള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മളൊരു 5-6 വർഷത്തെ പഴക്കം നമുക്ക് ശരിക്കും സീറ്റിലാണ് കാണാൻ പറ്റുന്നത്. ഈ വണ്ടി ആദ്യം ഞാൻ കണ്ടപ്പോഴും എനിക്ക് തോന്നുന്നത് ബാക്കി എല്ലാ തരത്തിലും പെർഫെക്റ്റ് ആണ്, മെക്കാനിക്കലി പെർഫെക്റ്റ് ആണ്, കാരണം ഞാൻ ഇത്രയും കിലോമീറ്റർ ഓടിച്ചു വന്നു. പക്ഷേ ഇൻറ്റീരിയർ കുറച്ച് ഡള്ളായി. ഇൻറ്റീരിയർ എന്ന് പറയുന്നത് നോക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും വണ്ടിയുടെ ഒരു പ്രായം മനസ്സിലാകുന്നത് അല്ലേ. അത് നമ്മൾ പൂർണ്ണമായിട്ട് മാറ്റുകയാണ്. പിന്നെ എന്തൊക്കെയാണ് നമുക്ക് ഇതിൽ വരാൻ പോകുന്നത്? പിന്നെ നമുക്ക് നമ്മൾ ഈ ഒരു കളറിലേക്കാണ് കൺവേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ കളറിലേക്കാണ് നമ്മൾ ഇൻറ്റീരിയർ ഈ ഒരു ടാൻ ബ്രൗൺ ആക്കുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ബ്രൗൺ ഇതാണ്. ഇന്ന് രാവിലെ കൂടെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന അൽക്കസാറിൻ്റെ ഇൻറ്റീരിയറിൽ ഈ ഒരു ബ്രൗണാണ് എനിക്ക് വലിയ ഇഷ്ടമുള്ള ബ്രൗണാണ്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഈ സീറ്റ് മാത്രമല്ല, ഡോർ പാഡ്, അതുപോലെ തന്നെ ഗിയറിൻ്റെ ഈ ഒരു ഭാഗത്തും നമ്മൾ ഈ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് മൊത്തത്തിൽ ഇപ്പോൾ ഒരു സ്പോർട്ടിയിലേക്ക് ഫുള്ളി കൺവേർട്ട് ചെയ്യാം. എക്സ്റ്റീരിയർ മാത്രമല്ല ഇൻറ്റീരിയർ നമ്മളൊരു സ്പോർട്ടി ലുക്കിലേക്ക് തന്നെ മാറ്റാമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് ഈ ഒരു അലൂമിനിയം ഫിനിഷ് ഉണ്ട്, പക്ഷേ അത് ഞാനൊന്നും ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത്. കാരണം അതൊന്ന് പോളിഷ് ചെയ്താൽ മതി. അതിൽ നമ്മൾ എന്തെങ്കിലും ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് പിന്നെ ഒന്ന് ഇത്തിരി ഒന്ന് സ്ക്രാച്ച് ചെയ്യണം, വൃത്തിയോട് കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് പോളിഷ് ചെയ്താൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിൽ വേറെ ഒരു മെക്കാനിക്കൽ മാറ്റങ്ങളും വരുത്തിയിട്ടില്ല. കാരണം ഞാൻ നമ്മളിപ്പോൾ ഒരു ഓട്ടോമൊബൈൽ ഫീൽഡിലുള്ള ആളായതുകൊണ്ട് തന്നെ ഒരിക്കലും എക്സോസ്റ്റ് മാറ്റും അത്തരം കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എല്ലാം കൂടി എത്ര ദിവസത്തെ പണിയായിരിക്കും? നമുക്കൊരു 5-6 ദിവസം പണിയുണ്ട്. എന്ന് വെച്ചാൽ 5-6 ദിവസം ഇൻറ്റീരിയറിനും എക്സ്റ്റീരിയറിനും. അപ്പോൾ നമുക്ക് ബൈസൈഡൻ ചൂസ് ചെയ്ത കളർ നമ്മുടെ ഇപ്പോൾ സ്റ്റോക്കില്ല. ഞാനിത് ഇമ്പോർട്ട് ചെയ്യാൻ കൊടുത്തിട്ട് ഒരു 10 ദിവസത്തിനുള്ളിൽ നമുക്ക് ഇത് എത്തും. അത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് റാപ്പിംഗ് ചെയ്യാനായിട്ട് ഒരു 3 ദിവസത്തെ വർക്ക് ഉണ്ടാവുള്ളൂ. സീറ്റിനാണെങ്കിൽ നമുക്കൊരു 5 ദിവസം വരെ എടുക്കാം. അപ്പോൾ എല്ലാം കൂടെ 10-15 ദിവസം കൊണ്ട് എനിക്ക് വേണ്ടി തരും അല്ലേ? ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ വണ്ടിയുടെ. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ഞെട്ടുമോ എന്നാണ് ഇതിന് നോക്കേണ്ടത്. 15 ദിവസം കഴിഞ്ഞ് വണ്ടി എടുക്കാൻ വരുമ്പോൾ ഞെട്ടുന്നുണ്ടെങ്കിൽ റോഷോയുടെ ഗംഭീര ജോലിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഞാനിനി ശ്വാസം അടക്കി 15 ദിവസം കാത്തിരിക്കാം. അതിനുശേഷം വരാം. എല്ലാം ഭംഗിയായിട്ട് ചെയ്യണം. ചീത്തപ്പേര് എനിക്കും റോഷോയ്ക്കും ഉണ്ടാക്കരുത്. ഞങ്ങൾ ഓരോ മുള്ളും അല്ല, അങ്ങനെയല്ല, എൻ്റെ എന്നല്ല, ആരുടെ ചെയ്താലും അങ്ങനെ ചെയ്യണം. നമ്മള് വൈശേണ്ട എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയൊരു അവസരമാണ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ എന്തായാലും ജിതിൻ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി 15 ദിവസം കഴിഞ്ഞ് വിളിക്കുന്നു, വരുന്നു, ഞെട്ടുന്നു, വണ്ടി കൊണ്ട് പോകുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്.
അപ്പോൾ നമ്മുടെ BMW C4 ഞാൻ ഇവിടെ കൊടുത്തിട്ട് പോയിട്ട് കുറച്ച് ദിവസങ്ങളായി. അതിനുശേഷം ഇപ്പോൾ ഞാൻ എടുക്കാൻ വന്നിരിക്കുകയാണ്. ഈ കുറച്ച് ദിവസമായെന്ന് പറഞ്ഞാൽ ഇവരുടെ ജോലി വൈകിയതുകൊണ്ടല്ല, ഞാൻ അതിനിടയ്ക്ക് ഒരു യാത്ര പോയി ജപ്പാൻ കുറേയൊക്കെ പോയിട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ തിരിച്ചു വന്ന് ഇനി വണ്ടി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പോവാണ്. അപ്പോൾ നമ്മളിവിടെ പ്രധാനമായിട്ടും ഏൽപ്പിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഒരു റാപ്പ് ചെയ്ത്, ഒരു റെഡ് വാഹനം തന്നെ ആയിരുന്നെങ്കിലും കുറച്ചുകൂടെ ബ്രൈറ്റുള്ള റെഡിൽ റാപ്പ് ചെയ്യുക, പിന്നെ ഇൻറ്റീരിയർ കുറച്ച് ഭംഗിയാക്കുക, സീറ്റൊക്കെ ഒന്ന് മാറ്റി ടാൻ ബ്രൗൺ ആക്കുക, അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് നോക്കാം. എനിക്കൊരു ടെൻഷനൊന്നുമില്ല, കാരണം റോഡ് ഷോയുടെ കാര്യത്തിൽ ഏൽപ്പിക്കുന്ന കാര്യം ഭംഗിയായിട്ട് ചെയ്യുമെന്ന് എനിക്കറിയാവുന്നതാണ് അവിടെ ഏൽപ്പിച്ചിരിക്കുന്നത്. എങ്കിലും നെഞ്ചിടിപ്പോട് കൂടി നമ്മുടെ ആ പുതിയ വാഹനത്തെ ഒന്ന് കാണാൻ പോവുകയാണ്. അയ്യോ, നെഞ്ചടിച്ചിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ, മൂടിയിട്ടിരിക്കുക കേട്ടോ. ഞാൻ വിചാരിച്ച് വന്ന് കയറാൻ കാണാനാണ്, പക്ഷേ മൂടിയിട്ടിരിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഇവിടെ എങ്ങനെയാണോ ഇത് മൂടിയിട്ടാണോ ഞെട്ടിക്കാറുള്ളത് നിങ്ങൾ? ആണോ? അപ്പം സാരഥികൾ രണ്ടുപേരും കൂടെ ഉണ്ട്, നമ്മൾ കണ്ടതാണല്ലോ ഇവരെ. അപ്പോൾ എങ്ങനെയാണ് ഞെട്ടട്ടെ? ഞെട്ടാം അല്ലേ? ആരാ ഇത് അൺവീൽ ചെയ്യുന്നത്? അല്ല, നിങ്ങൾ രണ്ട് മോലാണ് കൂടെ അൺവീൽ, അപ്പോൾ എനിക്ക് കാണാമല്ലോ. ആ, വാവ്, പൊളിച്ചു. ഈ പറഞ്ഞ പോലെ വിചാരിച്ചതിലും ഗംഭീരമായി എന്നാണ് പറയേണ്ടത്. ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവുമല്ലോ. ഇപ്പോൾ വിഷ്വൽ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഇത് ഏൽപ്പിച്ചതെന്നുള്ള കാര്യം. അതിൽ നിന്നൊക്കെ വളരെ എന്താ പറയേണ്ടത്, ഒരു നവവധുവിനെ പോലെ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണെന്നൊക്കെ പറയാം. എന്തായാലും ഈ റെഡ് സെലക്ട് ചെയ്തത് ഏതായാലും വളരെ നന്നായി അല്ലേ ഇതിന്? അപ്പോൾ ഞാൻ ആദ്യം ഉദ്ദേശിച്ചത് നീല നിറമായിരുന്നു. അത് ഞാനങ്ങനെ ഉദ്ദേശിക്കാൻ കാര്യം വെച്ചാൽ ഞാൻ ഇവിടെ ലേമറഡിയനിൽ വെച്ചിട്ടൊരു നീല നിറമുള്ള C4 കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിനുശേഷം ഞങ്ങളിവിടെ ഒരുമിച്ചിരുന്നിട്ട് ഇതെല്ലാം ഇവരുടെ കയ്യിൽ കളർ കാർഡെല്ലാം ഉണ്ട്, എല്ലാം നോക്കിയെങ്കിലും ആ ഒരു നീല കണ്ടുപിടിക്കാൻ പറ്റിയില്ല സത്യത്തിൽ. അപ്പോഴാണ് എന്നാൽ പിന്നെ ഈ റെഡിൽ തന്നെയുള്ള മറ്റൊരു നിറം നോക്കിയാലോ തീരുമാനിച്ചത്. പക്ഷേ ഈ ഒരു നിറമുള്ള വണ്ടികൾ ഇവർ ചെയ്തിട്ടുമില്ല അല്ലേ? ചെയ്തിട്ടുമില്ല. എന്നിട്ട് ഞങ്ങൾ ധൈര്യമായിട്ട് അങ്ങ് തീരുമാനിക്കുകയായിരുന്നു. അതേതായാലും ഗംഭീരമായി എന്ന് പറയാതിരിക്കാനാവില്ല. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നൊന്ന് പറഞ്ഞ കാര്യങ്ങൾ. ഇപ്പോൾ ഇതിനകത്ത് എനിക്ക് തോന്നിയൊരു കാര്യം എന്താ പറയുക, ഇതിനകത്ത് കുറേ ഭാഗങ്ങൾ ഡള്ളായിരുന്നു. കാരണം ഇത് ബോംബെ സിറ്റിയിൽ ഓടിയൊരു വണ്ടിയാണ്. അവിടെ എത്രത്തോളം ഇത് ഭംഗിയായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുമെന്ന് നമുക്ക് ആലോചിച്ചറിയാമല്ലോ. എല്ലാ കാര്യങ്ങളും ഡള്ളായിരുന്നെല്ലാം വളരെ ബ്രൈറ്റ് ആയിട്ടുണ്ട് അല്ലേ? ഹെഡ്ലൈറ്റിൽ തുടങ്ങാം നമുക്ക്. ഹെഡ്ലൈറ്റിൽ എന്തായിരുന്നു ചെയ്തിരുന്നത് നേരത്തെ? ഹെഡ്ലൈറ്റ് നമ്മൾ മൊത്തത്തിലൊരു മോഡലായിരുന്നു, അത് നമ്മൾ പോളിഷ് ചെയ്ത് റീസ്റ്റോർ ചെയ്തു. അതിനുശേഷം നമ്മൾ ഇവിടെ PPF ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഡൾ ആവാതിരിക്കാൻ വേണ്ടി നമുക്ക് അതിനുള്ളൊരു പ്രൊട്ടക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് PPF-ലൂടെ. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ബൈച്ചേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ എല്ലാ കോർണേഴ്സാണ് നമുക്ക് ഏറ്റവും ഡൾ ഫീൽ കൊടുക്കുന്നത്. അതായത് നമ്മൾ സ്കെയിൽ ഒരുപാട് ബിൽഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ PPF ഈ റാപ്പിംഗ് വന്നതോടെ ആ ഡൾനെസ് എല്ലാം പോയതോടെ ആ കോർണേഴ്സ് എല്ലാം ഷാർപ്പറായി നല്ല ഫിനിഷിംഗ് ആയി കിട്ടി. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ ഇത് പറഞ്ഞ സ്ഥിതിക്ക് ഇതുപോലെ വളരെ ഡള്ളായിട്ടുള്ള ഈ ഹെഡ്ലൈറ്റുകൾ ഉള്ള വണ്ടികൾ ഇവിടെ കൊണ്ടുവന്നാൽ നമുക്ക് അതിൻ്റെ ആ ഒരു ഡൾനെസ് മാറ്റി ബ്രൈറ്റ് ആക്കാൻ പറ്റും? പിന്നെ തീർച്ചയായും നമുക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഏറ്റവും മേളിലത്തെ ലെയറിലാണ് ഈ ഓക്സിഡേഷൻ എന്ന് പറയും, ആ ഒരു മഞ്ഞപ്പ് വരുന്നത്. ആ മേളിലത്തെ ലെയർ നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ പോളിഷ് ചെയ്യും. അതിനുശേഷം നമ്മൾ എഗൈൻ അതിൻ്റെ മേളിലൊരു ക്ലിയർ കോട്ട് അപ്ലൈ ചെയ്യും. അപ്പോഴാണ് നമുക്ക് പിന്നീട് ഇനി യെല്ലോയിഷ് ആവാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നത്. പിന്നെ ഗ്രില്ലും ഡള്ളായിരുന്നു. ഗ്രില്ല് നമ്മൾ ഈ ക്രോം പാർട്ടിൽ മൊത്തം ഒരു ഡൾനെസ് ആയിരുന്നു, അതെല്ലാം റീസ്റ്റോർ ചെയ്തു. അതുകൊണ്ട് ആ ഷൈനിങ് നമുക്ക് തിരിച്ചു കിട്ടി. പിന്നെ നമ്മളെല്ലാം ഇത് അഴിച്ചാണ് ചെയ്തത്. ഈച്ച് ആൻഡ് എവരി ഇത് അഴിച്ചാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ പെയിന്റഡ് ആണോ റാപ്പിംഗ് ആണോ എന്നുള്ളത് നമുക്ക്. പക്ഷെ പെയിന്റഡ് ആണെങ്കിൽ ഒരിക്കലും ഇത്ര ഒരു ബ്രൈറ്റ്നസ് കിട്ടില്ല. നമുക്ക് ആ ഒരു ടെക്സ്ചർ ഒരിക്കലും പെയിന്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മൾ അലോയിലേക്ക് വന്നപ്പോൾ നമ്മൾ അലോയ് വീൽ മൊത്തം റീസ്റ്റോർ ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ റെഡ് ആയതുകൊണ്ട് കാലിബർ റെഡ്, ബ്ലാക്ക് ആയിരുന്നു, സിൽവർ നമ്മൾ റെഡിലേക്ക് വന്നു. അപ്പോൾ സ്പോട്ടി ലുക്ക് നമുക്ക് അവിടെ തന്നെ നമുക്ക് കിട്ടി. അപ്പം ഞാൻ അന്ന് ഇടയ്ക്ക് എനിക്ക് ഫോട്ടോ ഒക്കെ അയച്ചപ്പോൾ ഇതെല്ലാം ഊരി വെച്ചിരിക്കുകയാണ്, എല്ലാം അയച്ചിരിക്കുകയാണ്. അപ്പം നമ്മളെല്ലാം ബാഡ്ജിങ് ഉൾപ്പെടെ അഴിച്ചു വെച്ചിട്ടാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു കട്ടിങ് വന്നാൽ തന്നെ നമുക്ക് അത് വൃത്തികേടാണ്. റാപ്പിംഗിൽ ഒരിക്കലും അത് ചെയ്യില്ല. നമ്മളത് ഫിനിഷ് ചെയ്ത് ആ ഒരു ഫിനിഷിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അഴിച്ച് തന്നെ ചെയ്യണം. പിന്നെ എന്തിനാ ഈ ഒടിഞ്ഞ ആന്റിന വരെ ശരിയാക്കിയിട്ടുണ്ട്, ഇത് ഒടിഞ്ഞിരിക്കുകയായിരുന്നു. അതെ, ഒടിഞ്ഞിരിക്കുകയായിരുന്നു. അത് നമ്മൾ റീപ്ലേസ് ചെയ്തു, ഒട്ടിക്കുകയാണ് ചെയ്തത്. പക്ഷെ അത് അത്യാവശ്യം നല്ല ഗ്ലൂ വെച്ചിട്ടാണ് ഒട്ടിച്ചിരിക്കുന്നത്. നമുക്കിത് തിരിച്ച് മേടിക്കാൻ കിട്ടില്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്തു. പിന്നെ നമുക്ക് ഇന്റീരിയറിലേക്കാണ് പിന്നെ അത് ഈ ഓരോ ഒന്നിലെ പൊസിഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അംഗീകരിക്കേണ്ട കാര്യമാണ്. കാരണം ഇതെല്ലാം ഒരു ഫിലിമാണ് ഈ ഒട്ടിച്ചിരിക്കുന്നതെന്ന് ഒരിക്കലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ആ രീതിയിൽ ഗംഭീരമായിട്ടാണ് അതെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പം എത്ര വർഷമായിട്ട് ഇവിടെ ചെയ്യുന്ന ആളാണ്? നമുക്ക് ഏകദേശം ഒരു 10 വർഷത്തോളം പോയി വെളിയിൽ
എന്തായാലും ഈ വാഹനത്തിൻ്റെ പിൻഭാഗം എന്ന് പറയാൻ ആപ്പാടെ ഈ കുറച്ച് സ്ഥലമേ ഉള്ളൂ, വളരെ ചെറിയ ബൂട്ട് സ്പേസും ഉള്ളൂ. പക്ഷേ ഇവിടെയൊക്കെ വളരെ ഗംഭീരമായിട്ടുണ്ട്. മൊത്തത്തിൽ ഈ ഒരു റാപ്പിംഗ് എന്ന് പറയുന്നത് തകർപ്പനായിട്ടുണ്ട്. ഇനി ഇൻറ്റീരിയറാണ് കാണേണ്ടത്. ഇൻറ്റീരിയറിൽ ഇതിൻ്റെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ കുറച്ച് ഡള്ളായിട്ടുള്ള ബീച്ച് നിറമായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ടാൻ ബ്രൗൺ. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇന്ത്യ വരുന്ന വണ്ടികളിൽ ഇപ്പം അൽക്കസാറിലൊക്കെ ടാൻ ബ്രൗൺ ഉണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ ഇവരോട് പറഞ്ഞു തന്നു ടാൻ ബ്രൗൺ ആക്കി തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് കാണാനാണ് എനിക്ക് പോകുന്നത്. ഓപ്പൺ ചെയ്യട്ടെ? ആഹാ, ഞാൻ വിചാരിച്ച അതേ ടാൻ ബ്രൗൺ നിറമാണ് കാണുന്നത്. ശരിക്കും റെഡ് എക്സ്റ്റീരിയറിൽ ഇത് വരുമ്പോൾ ഒരു ക്ലാസ് മാച്ചിങ് പ്രീമിയം ലുക്കുണ്ട് ഇതിന്. നമ്മൾ ബക്കറ്റ് സീറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇരിക്കുമ്പോൾ ബൈജന് ഒരു ഫീൽ കിട്ടും. അപ്പോൾ ഈ സീറ്റ് മൊത്തത്തിൽ മാറ്റി അല്ലേ? പഴയ സീറ്റ് എക്സ്ട്രാ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കൊടുത്തു. ഇത്രയും ബൾജിങ് ഉണ്ടായിരുന്നില്ല നമുക്ക്. അപ്പോൾ ആ ഒരു ബൾജിങ് കാര്യങ്ങളും എല്ലാം നമ്മൾ കൊടുത്തു. അപ്പോൾ തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടി ഒരു സ്പോർട്സ് കാറിൻ്റെ ഫ്രെയിം പോലും പുതിയതാണ്. ഫ്രെയിം ഇല്ല, ആ ഫ്രെയിമിൽ തന്നെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഫോം ആഡ് ചെയ്യും. ഓക്കെ, അതങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്കൊന്ന് പതുക്കെ കൺവേർട്ട് ചെയ്ത് കുറച്ച് സൗകര്യപ്രദമായിട്ടൊന്ന് ഇൻറ്റീരിയർ കാണാം. അപ്പോൾ ഇതാണ് ഇൻറ്റീരിയറിൽ ഇപ്പോൾ ഈ എന്താ പറയുക, ഈ നിറങ്ങളൊക്കെ മാറ്റിയപ്പോൾ ക്ലാസ് ആയിട്ടുണ്ട്, പ്രീമിയം ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു സംശയം, ഞാനിത് അധികം ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ഇതിൻ്റെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ സീറ്റ് പുതിയതായിട്ട് ഇതുപോലൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും മാറ്റം വരുമെന്നൊന്നുമില്ല, എല്ലാം കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഈ BMW ഈ മൊത്തത്തിൽ ഈ ഒരു C4ൻ്റെ ഈ ഒരു അലൂമിനിയം ഫിനിഷ് എനിക്ക് വലിയ ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷേ അത് ഡള്ളായിരുന്നതും ഇപ്പോൾ വളരെ ബ്രൈറ്റ് ആയിട്ടുണ്ട് അല്ലേ ഇതിനെ? അപ്പോൾ അതിലൊക്കെ നിങ്ങൾ കൈവച്ചു അല്ലേ? എവരി കോർണർ നമ്മൾ ഷാമ്പു ചെയ്ത് ക്ലീൻ ചെയ്തു. ഈ നമ്മുടെ ഈ ഒരു ടെക്സ്ചർ ഒക്കെ ഉണ്ടായതെല്ലാം നമുക്ക് അത്യാവശ്യം അഴുക്കുണ്ടായിരുന്നെല്ലാം ക്ലീൻ ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ അഴുക്കാകുമ്പോൾ വന്നാൽ മതിയല്ലോ. തീർച്ചയായും. അപ്പോൾ വേറെ കാര്യം ചോദിക്കട്ടെ, ഇതിപ്പം ഞാനിപ്പോൾ എപ്പോൾ വന്നാലും നിങ്ങളെനിക്ക് ഇതിൻ്റെ ഒരു സർവീസൊക്കെ ചെയ്തു തരുന്നത്. അങ്ങനെ അല്ലാതെ ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ ഒരു റാപ്പിംഗ് അല്ലെങ്കിൽ PPF ഒക്കെ ചെയ്യുന്നവർക്ക് എത്രയാണ് ഈ സർവീസ് ഇൻ്റർവെൽ എങ്ങനെയാണ്? നമ്മൾ ആക്ച്വലി ഇപ്പോൾ ഈ വണ്ടി നമ്മൾ എടുത്തു പോയി ഒരു ആഴ്ച കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇതിൻ്റെ ഒരു സർവീസും കൂടി വരിക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെയിൽ കൊണ്ട് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള സ്വഭാവം, സ്റ്റിക്കറിങ്ങളുടെ സ്വഭാവം വരുമോ? അതോ പിന്നെ അങ്ങനെയല്ല, അതിൻ്റെ ഒരു ക്യാരക്ടർ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാം പക്കയായിട്ട് ഡെഡ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. എന്നാലും വെയിൽ കൊള്ളുമ്പോൾ ചിലപ്പോൾ ഒന്ന് പൊളിയാൻ ചാൻസ് ഉണ്ട്, ഒരു ചെറിയ 1-2 സ്ഥലത്ത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു 2 വീക്കിൽ ഉള്ളിൽ ഒരു ചെക്കപ്പ്, PPF ചെയ്താലും റാപ്പിങ്ങിനായാലും നമ്മളൊരു ചെക്കപ്പ് വെക്കും. അപ്പോൾ ചെക്കപ്പിൽ ഉള്ളത് അപ്പോൾ ഡെഡ് ചെയ്ത് കളയാന്നുള്ളതാണ്. പിന്നെ നമുക്ക് 1 ഇയറിൽ ഒക്കെയാണ് ഒരു ചെക്കപ്പ് വരുന്നുള്ളൂ. അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞാൽ ഒന്ന് കൊണ്ടുവരണം, ഒന്ന് വെയിൽ വിളിക്കണം അല്ലേ? ഓക്കെ. അപ്പോൾ ഇവർ പ്രധാനമായിട്ട് ഇപ്പോൾ റാപ്പിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഇപ്പം ഞാനിപ്പോൾ റെഡ് തന്നെയാണ് റാപ്പ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പം എൻ്റെ RC ബുക്കിലൊന്നും യാതൊരു മാറ്റവും വരേണ്ട കാര്യമില്ല. പക്ഷേ അങ്ങനെ അല്ലാതെ കളർ ചേഞ്ച് ഒക്കെ ആണെങ്കിൽ നമ്മൾ RC ബുക്കിൽ എൻഡോഴ്സ് ചെയ്യണം. പക്ഷേ ഇതല്ലാതെ മറ്റൊരു മാർഗ്ഗമുള്ളത് PPF ആണ്. PPF എന്ന് പറഞ്ഞാൽ പെയിൻ പ്രൊട്ടക്ഷൻ ഫിലിം എന്നാണ് അതിൻ്റെ പേര് അല്ലേ? PPF ഇവരെ കാര്യമായിട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? ഇപ്പോൾ ഇത് PPF ആണോ ചെയ്തത് അതോ ഇത് ഗ്രാഫീനാണ് ചെയ്തത് അല്ലേ? ഇത് ഗ്രാഫീനാണ്. പക്ഷേ പുറത്ത് കിടക്കുന്ന ആ ഗ്രാൻഡ് വിറ്റാരയിൽ PPF ആണ് അപ്ലൈ ചെയ്തത്. നമ്മൾ റീസെൻ്റ്ലി നമ്മൾ ബേസിൽ ജോസഫ് ബേസിലിൻ്റെ വണ്ടിയുടെ അതിൻ്റെ എന്താ പറയുക ഡെലിവറി സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അത് XC90 അല്ലേ? XC90 അധികാലമൊന്നും ആയിട്ടില്ല എടുത്തിട്ട് അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു പ്രവണത ഉണ്ടല്ലോ ഇപ്പോൾ വാഹനം എടുത്താൽ ഉടൻ തന്നെ കൊണ്ടുവന്നത്. XC90 ആ വണ്ടിക്ക് ഏകദേശം ഒരു 1 CR മേലുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ ആ വണ്ടിയുടെ ഒരു പെയിന്റിനോ ഒരു ചിപ്പിങ്ങോ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര കോസ്റ്റ്ലി ഒരു ഇതാണ്. അപ്പോൾ അതിനെന്തായാലും PPF അൾട്രാ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് PPF ആണ്, അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഇല്ല. അപ്പോൾ ആ ഒരു പ്രൊട്ടക്ഷൻ എന്തായാലും ആ വണ്ടിക്ക് കൊടുക്കണം. ബേസിലൊക്കെ വണ്ടിക്ക് തീർച്ചയായിട്ടും വേണം. അതുപോലെ ഓട്ടോ ഉണ്ടാവും അല്ലേ? പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്തും ഒക്കെ ഉള്ള ഇതുണ്ടാവും. അപ്പോൾ ആ വണ്ടിക്ക് എന്തായാലും നമ്മൾ PPF പ്രൊട്ടക്ഷൻ കൊടുക്കാൻ തന്നെയാണ് നല്ലത്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ പുതുതായിട്ട് എടുക്കുന്ന വണ്ടികളിൽ ഇപ്പം ഗ്രാൻഡ് വിറ്റാര നമ്മൾ കണ്ടു, വളരെ ചെറിയ വണ്ടികളും ഇതിനൊക്കെ വരുന്നുണ്ട്. തീർച്ചയായും അതിപ്പോൾ ഒരു സ്ക്രാച്ച് കണ്ടു കഴിഞ്ഞാൽ അന്നത്തെ ഉറക്കം പോകുന്ന ആൾക്കാരാണെങ്കിൽ അത് വണ്ടിയുടെ വിലയല്ല നോക്കുക അവിടെ. അപ്പോൾ ആ ഒരു സ്ക്രാച്ച് കാണുമ്പോൾ നമുക്ക് അത്ര വിഷമമുള്ള ആൾക്കാർ, അത്ര വണ്ടിയോട് ഇഷ്ടമുള്ള ആൾക്കാർ എന്തായാലും വണ്ടിയുടെ വാല്യൂ അല്ല നോക്കുക. ഐ മീൻ PPFന്റെ വാല്യൂ ആരും നോക്കാറില്ല, ചെയ്യുന്നവരാണ് ഒട്ടുമിക്ക പേരും. അപ്പോൾ അത് അവരോട് ഇഷ്ടമാണ്, നമ്മളത് നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഈ മൊത്തത്തിൽ ഇപ്പോൾ ഈ വണ്ടി ചെയ്ത പോലെ തന്നെ മൊത്തത്തിലൊന്ന് എലിവേറ്റ് ചെയ്യാൻ സാധിക്കും നമ്മുടെ വണ്ടി ഒരു പുതിയതാക്കി അല്ലേ? PPF ചെയ്യുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു കളറിനെ കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ PPF എന്ന് പറഞ്ഞാൽ എക്സ്റ്റീരിയർ വരുന്ന ആ ഒരു ലെയർ ഉണ്ട്. PPF നമുക്ക് തിക്നെസ്സിൽ തന്നെ വലിയ വ്യത്യാസങ്ങളുണ്ട്. 3 വർഷത്തെ തൊട്ട് നമുക്ക് 10 വർഷം വരെയുള്ള ലൈഫ് കിട്ടുന്ന PPF അവൈലബിൾ ആണ്. അപ്പോൾ ആ ഓരോ ഇത് വരുമ്പോഴും അതിൻ്റെ ഔട്ടർ ലെയർ, അതായത് ഏറ്റവും ഔട്ടർ ലെയർ വരുന്നത് തിക്നെസ് കൂടും. ടോപ്പ് കോട്ട് എന്ന് പറയും. ആ കോട്ടിൻ്റെ ഒരു ഇതിനനുസരിച്ചാണ് അത് പിന്നീട് എത്ര നാൾ യെല്ലോയിഷ് ആവാതിരിക്കുക കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് നമ്മൾ ഏറ്റവും ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള, അതായത് ഒരു കോട്ട് ചെയ്ത വണ്ടി എങ്ങനെയാണോ അതിനേക്കാളും ഹൈഡ്രോഫോബിക് ആയിട്ട് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ കുറേ കൂടി നല്ല ഷൈനിങ്ങും ഗ്ലേസിങ്ങും എല്ലാം അതിനുണ്ടാവും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇത് ചെയ്ത പോലുള്ള കാര്യങ്ങളും ഇപ്പോൾ എല്ലാം ഇത്തരത്തിലുള്ള മെറ്റാലിക് പാർട്സ് എല്ലാം ഒന്ന് എൻഹാൻസ് ചെയ്യുക, അതുപോലെ ഇൻറ്റീരിയർ അല്ലേ എല്ലാം ചെയ്യാൻ സാധിക്കും. നമ്മളൊരു വണ്ടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ A to Z കാര്യങ്ങൾ അതിൽ ഇപ്പോൾ ഒരു നമ്മുടെ ചിന്താഗതിയുടെ ഡീറ്റെയിലർ ചിന്തിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ചെറിയ കരടായിരിക്കും. ആ ചെറിയ കരട് അതുപോലത്തെ ഒരു 10 ചെറിയ കരട് കളഞ്ഞാലേ ആ വണ്ടി ഏറ്റവും നല്ല ഡീറ്റെയിൽ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് നമ്മൾ എത്രത്തോളം ഭംഗിയാക്കാൻ നോക്കും. ഒരു ചെറുത് തൊട്ട് വലുത് വരെ എല്ലാം നമ്മൾ പക്കയാക്കി നമ്മൾ കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും വലിയ സന്തോഷമായി. ഞാൻ തമാശയായിട്ട് പറഞ്ഞല്ല, എന്താ പറയേണ്ടത്, ഒരു മുഖവിലയ്ക്ക് എടുക്കാൻ വേണ്ടി പറഞ്ഞല്ല. ഇത് ശരിക്കും ഞാൻ വിചാരിച്ചതിൻ്റെ അപ്പുറത്തേക്ക് ഇത് ഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങിക്കുമ്പോൾ എപ്പോഴും നമ്മൾ എവിടെയെങ്കിലും കൊടുത്ത് ഒന്ന് നമ്മുടെ സ്വന്തമാക്കാൻ വേണ്ടി കുറച്ച് ജോലി ചെയ്ത് അങ്ങനെയല്ലേ ചെയ്തിരിക്കുന്നത്. ഇത് ഒരു പുതിയ വാഹനം പോലെ ആക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും എന്താ ഇവിടെ ഇഷ്ടംപോലെ നമ്മുടെ റോഡ് ഷോ ടീം ഇവിടെ നിൽക്കുന്നുണ്ട്. എല്ലാവർക്കും നന്ദി കേട്ടോ. അപ്പോൾ ഇനിയും പുതിയ വണ്ടികൾ വാങ്ങിച്ചിട്ട് നേരം കൂടെ കൊണ്ടുവരാം. അപ്പോൾ കൂട്ടാ നമുക്കിനി ഒന്ന് ഓടിച്ച് നോക്കണ്ടേ, പൊളിക്കണ്ടേ അല്ലേ? അപ്പം അതിന് പോട്ടെ എന്നാ ഒന്ന്. അപ്പോൾ ആ വണ്ടി ഒന്ന് മാറ്റിയാൽ നമുക്ക് ഞാനൊന്ന് ഇറക്കി വീട്ടിലേക്ക് എത്തിക്കുന്ന ഒരു ചടങ്ങുണ്ട്, അതിന് വേണ്ടി പോവുകയാണിപ്പോൾ. അപ്പോൾ കമൻറ്റ് ഓഫ് ദ വീക്ക് എന്നൊരു പരിപാടി നമ്മൾ ആരംഭിച്ചാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അതായത് നമ്മൾ ചെയ്യുന്ന ഏത് വീഡിയോയുടെയും താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഏറ്റവും മികച്ച കമൻറ്റുകൾക്ക് സമ്മാനം കിട്ടുന്നതായിരിക്കും. 2000 രൂപയുടെ ഗിഫ്റ്റ് ഹാമ്പറാണ് നിങ്ങൾക്ക് സമ്മാനമായിട്ട് കിട്ടുന്നത്. അത് സ്പോൺസർ ചെയ്യുന്ന റോഡ്മേറ്റ് എന്ന ആപ്പാണ്. എന്ത് കാര്യങ്ങളും കമൻറ്റ് ചെയ്യാം, നിങ്ങൾക്ക് പോസിറ്റീവും നെഗറ്റീവുമായ എന്ത് കാര്യവും കമൻറ്റ് ചെയ്യാം, രസകരമായ കമൻറ്റ് ചെയ്യാം, എന്ത് തരത്തിലും ചെയ്യാം. രസകരമായ കമൻറ്റുകൾക്ക് മാത്രമല്ല സമ്മാനം എന്നുള്ള കാര്യം കൂടി ഓർമ്മിക്കട്ടെ. വളരെ പോസിറ്റീവായ വിമർശനങ്ങൾ പറയുന്ന കമൻറ്റുകൾക്കും തീർച്ചയായിട്ടും സമ്മാനം കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഒരു വാഹനം ഇല്ലെങ്കിൽ പോലും ഉപയോഗിക്കാവുന്ന സമ്മാനങ്ങളാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ വാഹനമില്ലാത്തവരും വിഷമിക്കേണ്ട. അതുപോലെ ഗൾഫിലൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്കും കമൻറ്റ് ചെയ്യാം, അവരുടെ വീട്ടിലേക്ക് ഗിഫ്റ്റ് ഹാമ്പർ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ രസകരമായ കമൻറ്റുകൾ ചെയ്യുക, അല്ലെങ്കിൽ വിമർശനാത്മകമായ കമൻറ്റുകൾ ചെയ്യുക, എല്ലാത്തിനും സമ്മാനം പ്രതീക്ഷിക്കാം.